ഗുഡ് മോർണിംഗ്. ഈ വീക്ക് ഞങ്ങളൊരു കുഞ്ഞു യാത്ര പോയിട്ടുണ്ടായിരുന്നു വിത്ത് വൺ ഓഫ് അവർ കസിൻസ് ഹു കെയിം ഓൾ ദ വേ ഫ്രം ജർമ്മനി ടു എക്സ്പ്ലോർ UK. അപ്പം ഞങ്ങൾ അവളെയും കൂട്ടിയിട്ട് പോയത് ഇംഗ്ലണ്ടിലെ സോമർസെറ്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചഡാ ഗോജിലേക്കാണ്. ഇംഗ്ലണ്ടിലെ തന്നെ ദി ലാർജസ്റ്റ് ഗോജാണ് കേട്ടോ ചഡാ ഗോജ്. വന്നപ്പം നമ്മൾ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ള 4 മെയിൻ സ്പോട്ടുകളുണ്ട്. ഒന്ന് ദേ ഈ ലെഫ്റ്റിൽ കാണുന്ന ഗോക്സ് കേവ്. ഇവിടെ 2 ഫേമസ് കേവുകളാണുള്ളത്, അതിലൊന്നായത്. പിന്നെ ഒരെണ്ണം ഇതിൻ്റെ തന്നെ അടുത്തുള്ള കോക്സ് കേവ്. പിന്നെ കോക്സ് കേവിൻ്റെ എക്സിറ്റിൻ്റെ തൊട്ടടുത്ത് ഒരു ജേക്കബ്സ് ലാഡർ ഉണ്ട്. ഒരു 250 സ്റ്റെപ്സ് കയറി നമ്മൾ മേളിൽ പോകേണ്ടത്. പിന്നെ ഒരു ഹിസ്റ്ററി ആൻഡ് ആർട്സ് മ്യൂസിയം. ഇത് എത്രത്തോളം എല്ലാം പോസിബിൾ ആവുമെന്ന് അറിയില്ല, നമുക്ക് ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ റഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത് ചെഡാ ചീസ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഒരുപാട് ചീസ് കമ്പനീസ് ഉണ്ട് ഇവിടെ. അതുപോലെ ടീ റൂംസ്, പിന്നെ ടോയ് ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചീസ് കമ്പനിയിൽ കയറി ചീസൊക്കെ ഒന്ന് ഒതൻറ്റിക് ചീസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കണം. എനിവേ നമുക്ക് നേരെ കാർ പാർക്ക് ചെയ്യാൻ പോവാം. അവിടുന്ന് സെയിം റൂട്ടിൽ തന്നെ നമുക്ക് നടന്നു വന്ന് ഇതൊക്കെ കാണാം. ചീസ് ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് നേരെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചഡാ ഗോജ് ഇൻ സോമർസെറ്റ് ഇൻ ഇംഗ്ലണ്ട്. UK ലാർജസ്റ്റ് ഗോജ് എന്നറിയപ്പെടുന്ന ഈ പ്ലേസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു നാച്ചുറൽ വണ്ടറാണ്. ഇതൊരു സ്മോൾ വില്ലേജാണ്, ചെഡാർ വില്ലേജ്. വളരെ കാമായിട്ടുള്ളൊരു പ്ലേസാണ്. ലോക്കൽ ഷോപ്സും ട്രഡീഷണൽ വൈബ്സും ആൻഡ് ഓഫ് കോഴ്സ് ദ ഫേമസ് ചെഡാ ചീസ് കൊണ്ടും ഇത് വളരെ പോപ്പുലറാണ്. നമ്മൾ നേരെ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോക്സ് കേവിലോട്ടാണ്. ആൻഡ് പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ലിറ്റിൽ സ്ട്രീംസ് ഈ ഗോജിലൂടെ ഒഴുകുന്നത് നമുക്ക് കാണാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫ്രഷ് വാട്ടർ സ്ട്രീംസ് കാണാൻ കിട്ടുന്നത് ശരിക്കും ഒരു റിഫ്രഷിംഗ് ആയിരുന്നു ഈ ജേർണിയിൽ തന്നെ. സോ പ്യുവർ ആൻഡ് സോ കാം. ആൻഡ് ഇത് ഫോം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈം സ്റ്റോൺ റോക്സിലൂടെ ഫിൽട്ടർ ചെയ്ത് വന്നിട്ടുള്ള റെയിൻ വാട്ടർ. അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്നത്. ആൻഡ് അലോങ് ദ വേ നമ്മൾ ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞ് പബ്ബ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്ര സെനിക്കായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കോസി പബ്ബ് കാണുന്നത് റിയലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. ഈ പബ്ബിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ക്രിസ്മസ് ഷോപ്പും അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോട്ടേജും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഈ ലൈം സ്റ്റോൺ ഈ റോക്കിനോട് ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വണ്ടറായിട്ട് തോന്നി. ഇവിടെ ഈ ക്രിസ്മസ് ഷോപ്പ് ഭയങ്കര ഫേമസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മളിത് നടന്ന് കോക്സ് കേവിന് അടുത്തെത്തി. ഇവിടെ നമുക്കൊരു ബ്ലെൻഡായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. നാച്ചുറൽ കേവ് ഫോർമേഷൻ്റെയും ലൈറ്റ് ആൻഡ് സൗണ്ട് എഫക്ട്സിൻ്റെയും ഒരു ബ്യൂട്ടിഫുൾ ബ്ലെൻഡ്. നമുക്ക് ആ എക്സ്പീരിയൻസ് ഒന്ന് കണ്ടു നോക്കാം.
നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കേവ് ഒരു 400,000 ഇയേഴ്സ് ഓൾഡാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ആൻഡ് വാസ് നാച്ചുറലി ഫോംഡ് ഇൻസൈഡ് ദ ലൈംസ്റ്റോൺ ഓഫ് ചഡാ ഗോർജ്. ഇവിടെ നമ്മൾ കാണുന്ന ഫോർമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഓരോ പേരുകളുണ്ട്. സ്റ്റാലാക്ടൈറ്റീസ് ആൻഡ് സ്റ്റാലാഗ്മൈറ്റീസ് എന്നാണ് അതിൻ്റെ പേര്. ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കൊണ്ട് വളരെ സ്ലോലി ഫോം ചെയ്തിട്ടുള്ളത് അത്. അതായത് ഈ പാറകളുടെ ഉള്ളിൽ കൂടെ ഓവർ ദി ടൈം വാട്ടർ ഡ്രിപ്പ് ചെയ്ത് വന്നിട്ടാണ് ഈ യുണീക്ക് ഷേപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോക്സ് കേവിന് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത് ഇതിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് എക്സ്പീരിയൻസ് ആട്ടോ. അതായത് ഈ നാച്ചുറൽ ആയിട്ടുള്ള കേവിനെ മോഡേൺ ലൈറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണല്ലോ മാറ്റിയേക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി നോട്ട് എ കേവ്. It's like walking through history, shaped drop by drop over centuries.